ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നമ്മുടെ സമൂഹമൊക്കെ ഇപ്പം നല്ല പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടികളൊക്കെ കൂടുതൽ ഇറങ്ങിയതുകൊണ്ട് ഇപ്പോൾ സ്മോക്കൊക്കെ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ഫുൾ കേടായിക്കൊണ്ടിരിക്കുക. നമുക്ക് തന്നെ അറിയാം, അപ്പം നമ്മളതിന് ഒരു 20 വർഷത്തെ മേലെ പോകുന്നതന്നെ സംശയമാണ്. കാരണം അത്രക്കും നമ്മളെ ഭൂമി കേടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ, ഈ പൊല്യൂഷനെതിരെ നമ്മുടെ കേരളത്തിലെ മറ്റേ ചേർത്തലുള്ള KVM കോളേജിലെ മെക്കിൻ്റെ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു, അവരുണ്ടാക്കിയൊരു അടിപൊളി വ്യത്യസ്തമായ, നമ്മളെ ഈ ആരും ഇങ്ങനത്തെ ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അവർ ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് കയറിക്കൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാറാണ്. എന്നുവെച്ചാൽ ഈ പൊല്യൂഷനെതിരെ ഇവരുണ്ടാക്കിയത്. അപ്പോൾ ഇതിനെപ്പറ്റി പല പല ഫീച്ചേഴ്സ് ഉണ്ട് ഈ കാറിന്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അതിനപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയതായിരുന്ന എല്ലാ വീഡിയോസുകളും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ കാർ ഓടിക്കാൻ പെട്രോളോ ഡീസലോ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പറയും ഇത് വൈദ്യുതി കൊണ്ടാണ് ഓടുന്നത്. പക്ഷേ വൈദ്യുതിയല്ല, ഈ കാർ ഓടുന്നത് വായു കൊണ്ടാണ്. അപ്പോൾ കംപ്രസ്ഡ് എയർ ടെക്നോളജി എന്ന വിദ്യ കൊണ്ടാണ് ഈ കാർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാറുകൾ ലോകത്ത് പലയിടങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് ആദ്യം നിർമ്മിച്ചത് 1KT എന്ന പേരിൽ ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ITI എന്ന കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാതാവ്. മറ്റ് ഇന്ധനങ്ങളും വേണ്ടാത്ത ഈ കാർ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഒരു വിധത്തിലുള്ള മലിനീകരണം ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ ഈ മലിനീകരണം ഇല്ലാതെ ലോകത്ത് പല കാറുകൾ ടെക്നോളജീസ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ പെട്ട ഒരു കാർ തന്നെയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ചേർത്തലയിലുള്ള KVM കോളേജിലെ മെക്ക് വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് തികച്ചും അഭിമാനിക്കാനുണ്ട്. എയർ പൊല്യൂഷനോടുള്ള ഒരു വലിയ ചാലഞ്ചാണ് ഇവർ ഈ പ്രോജക്റ്റ് എടുക്കാൻ കാരണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലത്ത് പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഈ പല കണ്ടുപിടുത്തങ്ങളുണ്ട്. അതാണ് ഇവർ ഈ കാര്യത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഹൈബ്രിഡ് കംപ്രസ്ഡ് വെഹിക്കിൾ എന്നാണ് ഇവർ ഈ കാറിനിട്ട പേര്. അന്തരീക്ഷ വായുവിനെ നേരിട്ട് വലിച്ചെടുത്ത് ഉയർന്ന മർദ്ദത്തിൽ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന സാങ്കേതിക വിദ്യയാണ് പ്രവർത്തനത്തിനായി ഇവർ ഉപയോഗിച്ചത്. ഒരിക്കൽ എഞ്ചിനിൽ വായു നിറച്ചാൽ പിന്നെ എയർ കംപ്രസ്ഡ് മെഷീൻ ഉപയോഗിച്ചാൽ തുടർച്ചയായി പ്രവർത്തനം നടന്നിരിക്കും. എന്നാൽ മലിനീകരണമില്ലാതെ വാഹനം ഉണ്ടാക്കുക എന്ന സ്വപ്നമാണ് ഇവർ പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി ആവശ്യമായി നമ്മുടെ ലോകത്ത് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ ഭൂമിയെ സംരക്ഷിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. ആഗോളതാപനവും മലിനീകരണ പ്രശ്നങ്ങളുമൊക്കെ ഭൂമിയെ വല്ലാതെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഭൂമിയെ സർവ്വനാശനത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു വഴിയാണ് ഗ്രീൻ ടെക്നോളജി അഥവാ ഹരിത സാങ്കേതിക വിദ്യ. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുകയോ ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുകയോ ചെയ്യാത്ത ടെക്നോളജി. മനുഷ്യൻ്റെ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഹരിത സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്ന ഒരു കടമയാണ് ശാസ്ത്രജ്ഞർ ഏറ്റെടുത്തത്. മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വഹിച്ചത് വളരെ വലിയ പങ്കാണ്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടെ ഉണ്ടായ വ്യവസായ വിപ്ലവത്തിന് ശേഷം അതിഭീകരമായ മലിനീകരണത്തെയാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇതിനിടയിൽ പ്രതീക്ഷയുടെ ഒരു കൈത്താങ്ങാണ് ഹരിത സാങ്കേതിക വിദ്യ. ചുട്ടുപൊള്ളുന്ന വേനലിൽ ഒരു പച്ചപ്പിൻ്റെ തണൽ നൽകുന്ന ആശ്വാസമാണത്. ഹരിത സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഭൂമിയെ രക്ഷിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഇതിലെന്തെങ്കിലും നിങ്ങൾ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതലൊന്നും നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.